ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഐഷൻ്റെ കല്യാണ ഡേ ആണ്. അതായത് 8/2/2026. ഇവിടെ ആഷ്നയുടെ വീട്ടിലാണ്. മീനാക്ഷി ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ, ആഷ്ന ഇവിടെ ഞങ്ങൾക്ക് എത്തിയിട്ട് തന്നു കഴിഞ്ഞിട്ട്. അയ്യോ, സൗണ്ടൊക്കെ എവിടെയോ പോയി, അവളൊന്ന് ഒതുങ്ങി. അതെ, കർട്ടൻ്റെ പിന്നിൽ ഒളിച്ച് നിൽക്കുന്ന ആഷ്ന പുറത്തേക്കൊന്നും വരില്ല, അങ്ങനെയൊക്കെ നിൽക്കുള്ളൂ. ആഷ്നയുടെ ഇത്തിയുടെ കല്യാണമാണ്. ലൈക്ക് ഇത്തി പോലെയാണ്. എന്താ പറയാനുള്ളത്? ആ, ഉറക്കെ പറയൂ. മൈക്കി പറ. എന്നോട് 10th വരെ ഒന്നിച്ച് പഠിച്ചതാണ്. അത് എൻ്റെ +1 +2 2 വർഷം ഒരു ഗ്യാപ്പ് വന്നു ഞങ്ങളുടെ ഉണ്ട്. അവൾ വേറെ സ്കൂൾ, ഞാൻ വേറെ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പഠിച്ചതിന് അനുഗ്രഹം പോലെ ഞാനും അവൾ ഒരേ കോളേജിൽ ഒരേ റൂമിൽ കിടന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അവളുടെ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ഇമോഷണലായിട്ടാണോ? ഞാൻ കണ്ണിലെന്താ പോയി. കാരണം നമ്മുടെ കൂടെ ഇങ്ങനെ വന്നിട്ട് എങ്ങനെ ജാനിക്കുട്ടി ഒരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അറിയില്ല എന്താവും. ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്യേണ്ട, പക്ഷെ ഇന്നലെ ഫ്ലോപ്പായി. ഇന്ന് നമ്മൾ അടിപൊളിയാക്കും എന്നൊക്കെ വിചാരിക്കുന്നു. ഇവര് രണ്ടുപേരും എൻ്റെ വീട്ടിൽ വന്നതാണ്. എന്നിട്ട് ഇവിടെ ഇത്രയും നാളും ഞാൻ ഇങ്ങനെ ഇവിടെ ഇത്രയും നാളും ഞാൻ ചെയ്യാത്ത പണി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്ന് രാവിലെ 6:30 എണീറ്റ്. എന്നിട്ട് 6:35 ഇവിടെ ഈ സോഫയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് 6:45 റൂമിൽ പോയി കിടന്നത്. അത് കഴിഞ്ഞിട്ട് 8:30 എണീറ്റ്. അതിന് മുന്നേ ഞാൻ എണീറ്റ്. അതാണ്. പിന്നെ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ്. 4 മണിക്ക് എണീറ്റിട്ട് ഇവർക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ശരിയാക്കി. പറയാം, 3 പേരും കൂടി ഒരുമിച്ചാണ് കിടന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നടുക്കായിരുന്നു. 2 കൂടി എന്നെ ഒട്ടിക്കിടന്നിട്ട് ചൂടെടുത്ത് ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട്. 5:30 ഞാൻ എണീറ്റ് പോവാത്ത കുറെ ആയാലും. അതെ, ഈ കുറേനെ കാണിച്ചെടുത്തേ. ഇതാണ് മീനാക്ഷി ഹൈവറ. അതെ, ഈ കുറേനെ കാണിച്ചെടുത്ത്. ഇത് എൻ്റെ സിസ്റ്ററാണ്. പേര് പറ. അതെ, മറ്റോണം എടുക്കും വീഡിയോ. ABCD പറ ഒന്നോടെ. അടുത്തത് എങ്ങനെ? ഓയേ, വേറെന്തൊക്കെ അറിയാം? ഇങ്ങനെ ഓ സീന്. വേറെന്തൊക്കെ അറിയാം? വേറെ പാട്ട് വേറെ എന്തൊക്കെ പഠിച്ചേ? ABCD അല്ലാണ്ട് വേറെന്താ പഠിച്ചേ? വേണ്ട, ABCD അല്ലാണ്ട് വേറെന്താ പഠിച്ചേ? അയ്യോ, നീ പഠിക്കണ്ട. അയ്യോ, നിന്നോടോ അവിടെ ഓർത്തിനില്ല. ഇറങ്ങി നിക്ക്, കാണില്ല. ഒന്ന് വന്നിരിക്കും. വേഗം വന്നിക്ക്. പ്ലീസ് ഒന്ന് നിക്ക്. ഇട്ടിട്ട് ഒന്ന് സമാധാനിക്കില്ല എന്നെ. ഒരു ട്രാൻസിഷൻ എടുക്കാൻ പറ്റുന്ന കഷ്ടപ്പാട് ഈ ട്രാൻസിഷൻ അവിടെ ടൈമർ തൊടല്ലേ. നിക്ക്. ഓക്കെ, ഫസ്റ്റ് വന്ന് ഞാൻ കറങ്ങി വന്നു. ഞങ്ങളെന്താ ചെയ്യണമെന്ന് കൂടെ ഒന്ന് പറഞ്ഞതാ.
ഗൈസ് നമ്മൾ റെഡി ആയിട്ടോ. നമ്മൾ എങ്ങോട്ടാ പോണേന്ന് അറിയോ? ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ആ തിരി ചിരിക്കി പിന്നെ ചോളെടുത്തരാ. അതന്നെ ഗൈസ് ഓട്ടോ വന്നിട്ടോ. ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ സുന്ദരിയാണ് ഞാൻ. ആരും പറയാനില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു. ഒരാള് ഓട്ടോയിലിരിക്കാൻ പോവാ. എന്താ മഞ്ഞത്തിറങ്ങി കൊള്ളാം, നല്ല സെറ്റ്. ഇതേ ഉമ്മി കേട്ടോ. പറയണേ കേട്ടോ, ഗിഫ്റ്റ് എടുത്തിട്ടില്ല. കല്യാണത്തിനൊന്നും എന്താ പക്ഷെ ഗിഫ്റ്റ് ഞങ്ങളുടെ കയ്യിൽ പ്രേമം കിട്ടില്ല. കല്യാണത്തിനൊന്നും മറന്നുപോയി. ഗിഫ്റ്റ് ഉണ്ടാക്കിയതേ ഫ്രെയിം ചെയ്യാൻ കൊടുത്ത ആളാണ്. അത്ര ഞാൻ കലസടയുടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. നമ്മള് പെണ്ണും ചക്കന സ്റ്റേജിൽ കയറി. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പം ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അഫ്രീയുടെ കല്യാണം ആട്ടോ അടുത്തത്. ഇൻഷാല്ല നടക്കാൻ പറ്റട്ടെ. ഇൻഷാല്ല നടക്കും. കഴിച്ചാണ് കല്യാണമാണ്. ഇരിക്കുക ചൂടെടുത്തിട്ട് പുഴുങ്ങി ഒരുമാതിരി ഓവനിൽ ഇരിക്കുന്നല്ലേ. ഞങ്ങൾക്ക് ബിരിയാണി ആട്ടോ. ഇന്നലെ പോലെ തന്നെ ബീഫ് ബിരിയാണിയാണ്. ഇവളുടെ ചിക്കൻ പീസ് താഴെ വീണു ഗൈസ്, താഴെ വീണു. സങ്കടം ഉണ്ടാ മുഖത്തേക്ക് നോക്കൂ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഐഷ ഇറങ്ങി, ചക്കര പെണ്ണ ഇറങ്ങി. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ബൈ.